എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു സ്കിൻ ടൈറ്റനിങ് വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ അളവ് കുറയുകയും നമ്മുടെ സ്കിന്ന് പതുക്കെ പതുക്കെ ലൂസായി പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പലരുടെ സ്കിന്ന് പ്രീമച്ചുറായിട്ട് തന്നെ ലൂസായി പോകാനുള്ള കാരണമുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണതിൻ്റെ ഫലമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കാതെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ്. പിന്നെ സൺലൈറ്റ് ഒരു കാരണമാണ്, അതുപോലെ തന്നെ പൊല്യൂഷൻ ഒരു കാരണമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോപ്പറായ രീതിയിൽ വാഷ് ഓഫ് ചെയ്യാതെ നമ്മൾ കിടന്നുറങ്ങണതൊക്കെ ഒരു കാരണമാണ്. പ്രോപ്പറായ രീതിക്ക് നമ്മുടെ സ്കിന്ന് ക്ലീൻ ആക്കി വെക്കാതിരിക്കണതും ഒക്കെ ഇതിന് ഒരു കാരണമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റായിട്ട് വെക്കാനായിട്ട് ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇനി മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റോ മിൽക്കാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ റോ മിൽക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, മിൽക്കിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ. വൈറ്റമിൻ ഡി ഒക്കെ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് ഒക്കെ മാറ്റാനും ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാനായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പിമ്പിൾസ്, കുരുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെൽസ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സെൽസിനെയൊക്കെ റീഗ്രോ ചെയ്യാനായിട്ട്, പുതിയ സെൽസ് ഗ്രോ ചെയ്യാനായിട്ടൊക്കെ മിൽക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ വേണ്ടത് ഹണിയാണ്. ഹണി ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹണി എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറാക്കി വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി എന്നുള്ളത്. അതുപോലെ തന്നെ ഹണി നമ്മുടെ സ്കിന്നിനെ നല്ല റിജുവിനേറ്റ് ആക്കി വെക്കാനും നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും ഒക്കെ ഹണി വളരെയധികം നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് നമുക്കൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് ആക്കാനായിട്ട് ആട്ടയാണ്, അതായത് ഗോതമ്പ് പൊടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതൊരു വീഡിയോയിൽ ആട്ടപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആരോ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട്ടപ്പൊടി എന്ന് പറയണ്ടാന്ന്. അത് അറിയാണ്ട് വരുന്നതാട്ടോ. അപ്പോൾ ആട്ടപ്പൊടി നമുക്ക് പേസ്റ്റ് ആക്കാൻ പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എഗ്ഗ് വൈറ്റ്. എഗ്ഗ് വൈറ്റിൽ ധാരാളം കൊളാജൻ ഉണ്ട്. അപ്പോൾ കൊളാജൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ സ്കിൻ എപ്പോഴും ലൂസായി പോകുന്നതും അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന കൊളാജൻ പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കൊളാജൻ എഗ്ഗ് വൈറ്റിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് വൈറ്റ് നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റാക്കി നിർത്താനും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും നല്ലതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഞാൻ കൈകളൊക്കെ നന്നായിട്ട് കഴുകി, അതുപോലെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി നല്ലതായിട്ട് ക്ലെൻസൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ഞാനൊരു ബാൻഡൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബാൻഡ് ഇല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് മുടിയൊന്നും ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചാൽ മതി. അതാണെങ്കിൽ നമ്മൾ പൊതുവേ എല്ലാവർക്കും തന്നെ ഈ മുഖത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇടുക എന്നുള്ളത് മടിയുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആദ്യമേ തന്നെ നമ്മളിങ്ങനെയൊക്കെ സെക്യൂർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി വേഗം കഴിച്ചിട്ട് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പാക്കിടുന്ന സമയത്ത് അവിടുന്ന് മുടി ഇങ്ങോട്ട് വരും, ഇവിടുന്ന് മുടി ഇങ്ങോട്ട് വരും, പിന്നെ അത് അങ്ങോട്ട് തോണ്ടണം ഇങ്ങോട്ട് തോണ്ടണം, മുടിയിലൊക്കെ ആകും. പിന്നെ നമുക്കത് കൂടുതൽ പണിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്ന് ആദ്യം തന്നെ ഫൈൻ ലൈൻസും അതുപോലെ നമ്മുടെ സ്കിന്ന് ലൂസൊക്കെ ആയി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിളിൻ്റെ ഇവിടെ, താടിയുടെ ഇവിടെ, അതുപോലെ ഐസിൻ്റെ ഇവിടെ, ഈ ചുറ്റിനും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ നെക്കിൻ്റെ ഇവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്കിന്ന് ലൂസായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലാകണത്. അപ്പോൾ ഞാനിതിപ്പോൾ ഫേസിലേക്ക് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 കൈയിലേക്കും കൂടെ ശകലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണേ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ പോഴ്സ് ഒന്ന് സ്റ്റിമുലേറ്റ് ആവുകയും നമ്മൾ ഇടുന്ന മാസ്കിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു 2 or 3 ലെയറായിട്ട് നമുക്ക് നന്നായിട്ട് ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് അത് ഒരു മാസ്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ശകലം ലൂസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ശകലം ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസിലേക്ക് മാസ്ക് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് നല്ലതായിട്ട് ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് മാസ്ക് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഉണങ്ങുന്നോളം വരെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്കിന്ന് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബാക്കി ഈ പാക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പാക്കുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൈയുടെ പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലരുടെ കൈപ്പത്തിയൊക്കെ ഭയങ്കര ഇങ്ങനെ റിങ്കിൾസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ കൈപ്പത്തിയിലേക്കും ഒക്കെ ഇടയ്ക്ക് മാസ്ക് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. ഇതേ അപ്പോൾ ഞാൻ എൻ്റെ കൈപ്പത്തിയിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം സ്കിന്ന് ലൂസായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 2 പ്രാവശ്യം ഇതിൻ്റെ പുറത്തേട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കുമേ. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുഖമൊക്കെ നോക്കി നല്ല അടിപൊളിയായില്ലേ നോക്കി. അപ്പോൾ നല്ലോണം സ്കിന്ന് ലൂസായിട്ടുള്ളവർ, അതുപോലെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാത്തൊരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ ഇട്ട് കൊടുക്കണതും നമ്മുടെ സ്കിൻ പോറൊക്കെ ടൈറ്റായിട്ടിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്ന് ടൈറ്റായിട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒരു ടൈറ്റൻ ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാനായിട്ടും ഈ പാക്ക് വളരെ നല്ലതാണ്. അതുപോലെ കയ്യില ഞാൻ കഴുകി കളഞ്ഞായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. കയ്യില പെട്ടെന്ന് ഉണങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യില നേരത്തെ കഴുകി കളഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സൺസ്ക്രീനും. അതുപോലെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീനും ഇട്ടു. അത് നമ്മൾ മസ്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.